നമ്മുടെ ഇന്ന് വരാൻ പോകുന്ന കണ്ടസ്റ്റൻസിന് ഒരു പ്രത്യേകത ഉണ്ട്. അവരും ഫ്രണ്ട്സ് ആണ്. ഒരു തിക് ഫ്രണ്ട്സ് ആണ് അവരും. ആൻഡ് അവരുടെ ഒരുമിച്ചുള്ള പെർഫോമൻസ് ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അവരുടെ എത്ര നാളത്തെ ഫ്രണ്ട്ഷിപ്പ് ആണ്, എവിടെ വെച്ചാണ് അവർ കണ്ടതെന്നൊക്കെ അവർ വന്നിട്ട് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. എന്തായാലും അപ്പോൾ പെർഫോമൻസ് കാണാനുള്ള സമയമാണ്. കാണാം അല്ലേ? കാണാം. സോ റെഡ് കാർപ്പറ്റിന്റെ വേദിയിൽ ഇന്ന് നൃത്ത വിസ്മയം തീർക്കാനായിട്ട് 2 കൂട്ടുകാരികൾ വരാൻ പോവാണ്. അപ്പൊ 2 പേരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം അയന ആൻഡ് അനുപ്രിയ. അപ്പോൾ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് 2 സുഹൃത്തുക്കളെ ഞാൻ സ്വാഗതം ചെയ്യാണ്. ആരാണ് അനുപ്രിയ, ആരാണ് അയന? അനുപ്രിയ, അയന. ഓക്കെ. അപ്പൊ നിങ്ങൾ പക്ഷെ ഫ്രണ്ട്സിനെക്കാളും എനിക്കിങ്ങനെ ഒരു ചേച്ചി അനിയത്തിയെ പോലെ അങ്ങനത്തെ എവിടേക്കോ 2 പേരുടെയും കണ്ണൊക്കെ ഒരേപോലെ, ചിരിയൊക്കെ ഒരേപോലെ എനിക്ക് തോന്നുന്നു. അങ്ങനെ തോന്നിയോ? ഒരാൾക്ക് ഇച്ചിരി കൂടെ വട്ടമുഖമാണെന്ന്. ശരി, നിങ്ങളുടെ ഈ ഒരു സൗഹൃദം എവിടെ വെച്ചിട്ടാണ് തുടങ്ങിയത്? സ്കൂളിലാണോ, വീടിന്റെ അടുത്താണോ, ഡാൻസ് ക്ലാസ് ആണോ? ഡാൻസ് ക്ലാസ്സിലാണ്. അപ്പൊ 2 പേരും ഒരേ പ്രായത്തിലാണോ ഡാൻസ് പഠിക്കാൻ ചെന്നത്? ഏത് ഏജിലാ? 4 വയസ്സിൽ. ഓക്കെ. ആരാ നിങ്ങളുടെ ഗുരു? സതീശൻ മാസ്റ്റർ. ഈ അനുപ്രിയയുടെ ഈ ഡാൻസ് അല്ലാതെ അനുപ്രിയക്ക് ഭയങ്കര ഒരു ആഗ്രഹം മനസ്സിൽ കിടക്കുന്നുണ്ട്. അതെന്താണ്? കമാൻഡോ. ഒരു ആർമി ഓഫീസറിൽ ഇങ്ങനെ ഒരു പവർ അത് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ്. നമ്മുടെ ഭാരതത്തെ സംരക്ഷിക്കാൻ ഒരു ഭാരതപുത്രി ഇങ്ങനെ തയ്യാറെടുത്തോണ്ടിരിക്കുകയാണ്. ഞാൻ അതിലേക്ക് എത്തട്ടെ. ഇനി അയനയ്ക്കും ഉണ്ട് അങ്ങനെ എന്തോ ഒരു ആഗ്രഹം ഉണ്ട് മനസ്സിൽ. അതെന്താണ്? എനിക്ക് ഡോക്ടർ ആവണം എന്നാണ് ആഗ്രഹം. എനിക്ക് ഡോക്ടർ ആവണം എന്നാണ് ആഗ്രഹം. ഏതിന്റെ ഡോക്ടർ? അങ്ങനെ ഉണ്ടല്ലോ, കണ്ണ് ഡോക്ടർ, പല്ല് ഡോക്ടർ, അങ്ങനെ ഉണ്ടല്ലോ. അതിലേത് ഡോക്ടർ? അങ്ങനെ ഒരു എനിക്ക് ആയുർവേദമാണ് ആഗ്രഹം. നമ്മുടെ കേരളത്തിന്റെ ആ ഒരു തനതായ ചികിത്സാ രീതികളിലൂടെ ആൾക്കാരെ സംരക്ഷിക്കാന്നുള്ളത്. ഇവര് 2 പേരും കണ്ണൂർ അല്ല തലശ്ശേരി അങ്ങനെയൊക്കെയാണല്ലോ. അപ്പൊ നിങ്ങൾ ഈ വഴക്കുണ്ടാക്കുമ്പോൾ ആ ലാംഗ്വേജിൽ തന്നെ വഴക്കുണ്ടാക്കുമ്പോൾ അത് എങ്ങനെയായിരിക്കും? ഞങ്ങൾക്ക് കാണാൻ വല്ലോ മാർഗമുണ്ടോ? ഈ അനക്കത് വേണത്, നീ എനക്ക് വിണ്ടരുത്, അങ്ങനെയൊക്കെ പറയും. ഈ അനക്കെന്ന് പറഞ്ഞാൽ എനിക്കെന്നാണ് അർത്ഥം. അപ്പൊ നിനക്കെന്നുള്ളതിന് എന്താ പറയാ? എനിക്ക്. ഓക്കെ. ആക്ച്വലി നമുക്കാണ് അത് ഒരു പുതുമ. നമ്മളത് കേട്ടാൽ നമ്മൾ ചിരിക്കുമായിരിക്കും, പക്ഷെ അവർ വളരെ സീരിയസ് ആയിട്ടായിരിക്കും തല്ല് പിടിക്കുന്നത്. അതെ. അല്ല, ഞാനിങ്ങനെ ചോദിക്കാൻ, ഇപ്പൊ ഒരു ഐസ്ക്രീമേ ഉള്ളൂ കയ്യില്. അപ്പോൾ അനുപ്രിയയുടെ കയ്യിലാണ് ഐസ്ക്രീം ഇരിക്കണേ. അപ്പൊ അയന പറയാണ് എനിക്ക് ഐസ്ക്രീം വേണം, ഞാനാണ് അത് വാങ്ങിക്കാൻ തീരുമാനിച്ചത്, അപ്പൊ എനിക്കത് വേണം, മര്യാദയ്ക്ക് എനിക്ക് താന്ന്. എങ്ങനെയാണ് നിങ്ങൾ കണ്ണൂർ ഭാഷയിൽ വഴക്കുണ്ടാക്കുക? ഐസ്ക്രീം അനുപ്രിയയുടെ കയ്യിലാണ്. അപ്പൊ അനുപ്രിയ പറ, ഈ ഐസ്ക്രീം ഞാൻ കഴിക്കാൻ പോവാന്ന് പറ. ഇല്ല, അതെനക്ക് വേണോ? ഇല്ല, ഞാൻ തരൂല. ഇല്ല, തരണ്ട, എനക്ക് വേണോ? ഞാൻ തിന്നോളൂ. ഇല്ല, എനക്ക് വേണോ? ഇല്ല, ഞാൻ തരൂല. ഞാൻ പിടിച്ചു വാങ്ങുവേ. നീ വാങ്ങിക്കോ, ഞാൻ തരൂല. ആദ്യം തന്നെ തിന്നാൻ തരൂല എന്നൊക്കെ പറഞ്ഞു. ശരിയാണ്, അവരെപ്പോഴും അങ്ങനെയാണ്. നമ്മള് കഴിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ അവര് തിന്നാൻ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള വാക്കുകളുണ്ട് അവിടെ. അതെ. ശരി, ചാട് ഉണ്ടല്ലേ? എന്തായാലും ഈ സുഹൃത്തുക്കൾ തമ്മിലുള്ള സ്നേഹപ്രകടനവും ഇങ്ങനെ തന്നെയായിരിക്കും, അടിപിടിയൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ നല്ല രസമുണ്ട് അത് കേട്ടിരിക്കാൻ. ഇനി നമുക്ക് കൂടെ വന്നിരിക്കുന്ന ഒരു നീണ്ട നിര തന്നെയുണ്ട്, അവരെ കൂടെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് തോന്നുന്നു അയനയുടെയും അനുപ്രിയയുടെയും 2 പേരുടെ ഫാമിലീസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം ഈ സെക്ഷൻ നോക്കുകയാണെങ്കിൽ ആരാണ്? അയനയുടെ അച്ഛനാണ്. പേര് അനിൽകുമാർ. എന്ത് ചെയ്യണു ചേട്ടൻ? കാർപ്പൻറ്റർ. അവിടെ തലശ്ശേരി തന്നെ. ഓക്കെ. അപ്പൊ ഇവരുടെ ഈ ഡാൻസും പഠനവും ഒക്കെ ആയിട്ട് അച്ഛൻ ഹാപ്പിയാണ്. ഡോക്ടർ ആവണം എന്നാണ് അയനയുടെ ആഗ്രഹം. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അടിപൊളി. ഇനി ഇതാരാണ്? അയനയുടെ സിസ്റ്റർ. പേര് അലൈന. ഡാൻസർ ആണോ? ഡാൻസ് പഠിക്കും അല്ല കളിക്കും? ഇപ്പൊ എത്ര വർഷമായി പഠിക്കുന്നു? 5 വർഷമായിട്ട് പഠിക്കുന്നു. അരങ്ങേറ്റം കഴിഞ്ഞോ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇനി അടുത്ത എപ്പിസോഡിൽ വരണം കേട്ടോ, ഒറ്റയ്ക്ക് വന്നാ മതി. ഓക്കെ. ഇനി ഇത് അയനയുടെ അമ്മ. അതെ. പേര് നിഷ. ചേച്ചി വർക്ക് ചെയ്യണോ, ഹൗസ് വൈഫ് ആണോ? വർക്ക് ചെയ്യുന്നുണ്ട്, ഷോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാം തലശ്ശേരി ആ ഭാഗത്ത് തന്നെയാണ്. നിങ്ങൾ എവിടെയാണ് പ്രോപ്പർ പ്ലേസിന്റെ പേരെന്താ? നമ്മള് തലശ്ശേരി മാടപ്പീടിക ആച്ചുകുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മാടപ്പീടിക ആച്ചുകുള. അതെ. ബിരിയാണി ഒക്കെ നന്നായിട്ട് ഉണ്ടാക്കോ? ഓ, അടിപൊളി. നമ്മൾ ഉണ്ടാക്കി തരാം. അതാണ് തലശ്ശേരി. ഞാൻ കേട്ടിട്ടുണ്ട് അവരുടെ
വീടുകളിൽ ഉണ്ടാക്കുന്ന ബിരിയാണിക്ക് ഭയങ്കര സ്വാദ് കൂടുതലാണ്. അത് നമുക്ക് അതിഥി സൽക്കാരം വളരെ കൂടുതൽ. കറക്റ്റ്. അതെ, അപ്പൊ നമ്മള് വരാം, ആ വഴി പോകാം, ആ വഴിക്കൊന്ന് പോകേണ്ടി വരും. ഇനി ഇത് അനുപ്രിയയുടെ അതേ ചായ ഉണ്ട് അല്ലേ? അനുപ്രിയയുടെ അമ്മയാണെന്ന് തന്നെ മനസ്സിലാവും അല്ലേ? ആ കാരണം അനുപ്രിയ ചിരിച്ചപ്പോഴും ഞാൻ വിചാരിച്ചു ഈശ്വര ഇനി അമ്മയല്ലേ ചിറ്റിയോ ഇനി അങ്ങനെ ആരെങ്കിലും ആണോ എന്ന് വിചാരിച്ചു. പേര് ബബിന. ഇപ്പൊ ചേച്ചി വർക്ക് ചെയ്യാണോ? ഇല്ല, വീട്ടിൽ തന്നെ നല്ല ബിരിയാണി ഒക്കെ വെച്ച് ഹാപ്പി ആയിട്ടിരിക്കും. വേറെ എന്തെങ്കിലും ഹോബീസ് ഉണ്ടോ ചേച്ചിക്ക് വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോ? പടം വരയ്ക്കുക, ഗാർഡനിങ്, അല്ലെങ്കിൽ മെറ്റീരിയൽ കൊണ്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കും. ഓ അടിപൊളി. അതായത് ബോട്ടിൽ വർക്ക്. അപ്പൊ വേസ്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കും? ചില്ലകൾ, മരത്തിന്റെ ചില്ലകള് ഉണ്ടാവും, പ്ലാസ്റ്റിക് കവറ്. ഓ അടിപൊളി, അത് കൊള്ളാം. അതൊക്കെ കൊണ്ടുവരണ്ടേ? അന്ന് നമുക്ക് അതൊന്നും ഇങ്ങോട്ട് കാണിക്കാറുന്നല്ലോ. ശരി, അടുത്തത് ഇനി മറ്റു കുട്ടിയുടെ കൂടെ വരുമ്പോ വേണമെങ്കിൽ ഒന്ന് വന്നോ, കുഴപ്പമില്ല, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. ശരി, ഇത് അനുപ്രിയയുടെ അനിയനാണോ? പേര് പറയൂ. ആദിഷ് ഏത് ക്ലാസ്സിലാ? RC. ഓ RCയിലാണ്. ഞാൻ കേട്ട RCയിലെ എല്ലാ ഫ്രണ്ട്സിനും സുഖാണോ? സുഖാണ്. ഓക്കെ, അപ്പൊ എല്ലാവരോടും എന്റെ ഹായ് പറയണം അവിടെ പോയിട്ട് കേട്ടോ. യെസ്, ഇനി അച്ഛന്റെ പേര് പറഞ്ഞോളൂ. രാജേഷ് എന്ത് ചെയ്യുന്നു? പഞ്ചായത്ത് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ആലപ്പുഴയിൽ ജോലി ചെയ്യുന്നു. ഓ അത് ശരി. ഈ ചേട്ടാ, നിങ്ങളുടെ പഞ്ചായത്തിലെ ജോലിക്കാരെ പറ്റിയുള്ള കംപ്ലൈന്റുകൾ ഇങ്ങനെ പറയുമല്ലോ, നിങ്ങൾ കറക്റ്റ് സമയത്തൊന്നും ചെയ്തു കൊടുക്കും, അങ്ങനെയുണ്ടോ? അങ്ങനെയില്ല, നിങ്ങൾ കറക്റ്റ് ആയിട്ട് എല്ലാം ചെയ്തു കൊടുക്കും? കറക്റ്റ് ആയിട്ട് ചെയ്യും. ശരി, അപ്പോൾ ജോലിയൊക്കെ നന്നായി പോണു, എല്ലാം ഹാപ്പി ആയിട്ട് പോകുന്നു.